തണ്ടും തടിയും ഉണ്ടായിരുന്നപ്പോൾ ശരിയായ വഴികളിൽ ജീവിക്കുവാൻ ശ്രദ്ധിച്ചവർ വാർദ്ധക്യത്തിലും ക്ഷീണാവസ്ഥയിലും എത്തിയാലും മടുത്തു പോകാറില്ല. തങ്ങളിലെ ആത്മവിശ്വാസവും കുറ്റബോധമില്ലായ്മയും പ്രത്യാശയും അവരെ ചുറുചുറുക്കോടെ ജീവിക്കുവാൻ സഹായിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ സായാഹ്നത്തെ ഭയത്തോടെ കാണുന്ന മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കൂടുതലും കാണുവാൻ കഴിയുന്നത്. എന്നാൽ നിത്യനായ ദൈവത്തോടു കൂടെ നടക്കുന്ന മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ അങ്ങനെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ അങ്ങയുടെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും അങ്ങയുടെ വീര്യപ്രവൃത്തികളെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ദാവീദിൻ്റെ പ്രാർത്ഥന എത്ര വലിയ ഉപദേശമാണ് നമുക്ക് നൽകുന്നത്. ബാല്യം മുതൽ ദൈവത്തോട് കൂടെ നടന്ന ആ ഭക്തനെ ദൈവം തൻ്റെ വാർദ്ധക്യത്തിലും ചുമന്നു എന്നുള്ളത് എത്ര പ്രത്യാശയും ധൈര്യവും നൽകുന്ന കാര്യമാകുന്നു. എന്നാൽ തൻ്റെ മകനായിരുന്ന ശലോമോൻ തൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം. ഇന്ന് സഭാപ്രസംഗിയുടെ പുസ്തക പഠനം നാം അവസാനിപ്പിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചിരുന്നു. പലപ്പോഴും ഈ പുസ്തകത്തിലെ പല വാക്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. കാരണം തിരുവചനത്തിലെ പ്രധാനപ്പെട്ട പല പഠിപ്പീരുകൾക്കും വിപരീതമായിട്ടുള്ള ചിന്ത ഇതിൽ കണ്ടുവരുന്നു. എന്നാൽ ഇനിയും ആ ചിന്താക്കുഴപ്പം നിങ്ങൾക്കുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശലോമോൻ തൻ്റെ ജീവിതത്തിൽ സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളാകുന്നു സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ചിന്തയല്ല, സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റെ ചിന്തയാകുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചുവല്ലോ. താൻ അനേക കാര്യങ്ങൾ പരീക്ഷിച്ചു, ഒന്നും തനിക്ക് സംതൃപ്തി നൽകുന്നതായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ എല്ലാം സാരം അവൻ 12-ാം അധ്യായത്തിൽ പറയുന്നത് ഇന്ന് നാം കാണുന്നതാണ്. ശലോമോൻ വാർദ്ധക്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാകുന്നു 12-ാം അധ്യായത്തിൽ നാം കാണുവാൻ ആരംഭിച്ചത്. അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നാം ചിന്തിച്ചു. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങളും ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന 3-ാം വാക്യവും ചേർത്ത് വായിക്കട്ടെ. ആദ്യത്തെ 3 വാക്യങ്ങൾ: നിന്റെ യൗവനക്കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ഇത് വാർദ്ധക്യകാലത്തെ ശരീരത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. അതെ, ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള വിവരണം. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ഇത് നമ്മുടെ കാലുകളെക്കുറിച്ചുള്ള വർണ്ണനയാണ്. പ്രായമാകുമ്പോൾ വിറച്ച് വീഴുവാൻ തുടങ്ങും. പ്രായമായ അപ്പച്ചൻ കുളിക്കുവാനായി കുളിമുറിയിലേക്ക് കയറിയപ്പോൾ വീണു, പ്രായമായ അമ്മച്ചി അടുക്കളയിൽ വീണു എന്നൊക്കെ നാം സാധാരണ കേൾക്കാറുണ്ടല്ലോ. മുൻപ് ചലിച്ചിരുന്നത് പോലെ കാലുകൾ വേഗത്തിൽ ചലിപ്പിക്കുകയോ ഉറച്ചു നിൽക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൊച്ചുമക്കളുടെ കൂടെ നടക്കുവാൻ പോകുമ്പോൾ ഈ പ്രായമായവർ വളരെ പതിയെ പോകുന്നത്. മക്കൾ അങ്ങ് ഓടിപ്പോയാലും പിടിക്കുവാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. വാർദ്ധക്യമായവർക്ക് അറിയാം പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്
പ്രയാസമാകുന്നുവെന്ന്. ചിലപ്പോൾ ഞരങ്ങിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്നവരെ കാണുവാൻ കഴിയും. കാൽമുട്ടുകൾ മടക്കുന്നതിനോ നിവർക്കുന്നതിനോ വിഷമം അനുഭവപ്പെടും. അതെ, വീട്ടുകാവൽക്കാർ അന്ന് വിറയ്ക്കും. അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ ഊന്നുവടി ഉപയോഗിച്ച് നടക്കുന്നതായി നാം കാണുന്നത്. പിന്നെ പറയുന്നു ബലവാന്മാർ കുനിയും. ഇത് തോളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവ ഒരിക്കലും നേരെ നിൽക്കില്ല. മുൻപ് നിന്നിരുന്നത് പോലെ നട്ടെല്ല് നിവർന്ന് തോളുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നു. അതെ, പ്രായമാകുമ്പോൾ ഇത് വളരെ പ്രയാസമാണല്ലോ. നെഞ്ചി വിരിച്ച് നടന്നവർ ഈ പ്രായമായപ്പോൾ നെഞ്ചി വിരിച്ച് നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലായി. ശക്തന്മാരായ ആളുകൾ, അതെ ബലവാന്മാരായ ആളുകൾ കുനിഞ്ഞു പോകും. ചില ആളുകളെ പണ്ട് നാം കാണുമ്പോൾ എന്ത് ധൈര്യത്തോടുകൂടി ബലത്തോടുകൂടി നെഞ്ചി വിരിച്ച് നടന്നിരുന്നതാണ്. പിന്നീട് നാം അവരെ കാണുമ്പോൾ ആകെ കൂനി ബുദ്ധിമുട്ടി ഞരങ്ങി നടക്കുന്നതായിട്ടുള്ള അവസ്ഥ. മുമ്പിലത്തെ പോലെ അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയുന്നില്ല. തോളുകൾ താഴുവാൻ തുടങ്ങും. പിന്നെ പറയുന്നു അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കയാൽ അടങ്ങിയിരിക്കും. ഇത് പല്ലുകളെക്കുറിച്ചാണ് പറയുന്നത്. അരയ്ക്കുന്നവർ, താങ്കൾക്ക് പ്രായമാകുന്തോറും പല്ലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പലരും കൃത്രിമ പല്ല് ഉപയോഗിക്കേണ്ടി വരും. അതെ, അതുകൊണ്ട് തന്നെ ചവയ്ക്കുവാൻ പ്രയാസമാകുന്നു. അരയ്ക്കുന്നവർ ചുരുക്കമാകുന്നു. ഇന്ന് ഇതിനൊക്കെ വളരെയേറെ പോംവഴികളുണ്ട്. എങ്കിൽ പോലും സ്വന്തം പല്ല് പോലെ മറ്റൊന്നും പ്രയോജനപ്പെടുകയില്ലല്ലോ. അതിനുശേഷം പറയുന്നു കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ഇത് കണ്ണുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അടുത്ത പരിചയക്കാരെ പോലും തിരിച്ചറിയാൻ കഴിയാതെ വരും. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. കിളിവാതിലുകൾ ഇരുണ്ടു പോകും. ഇനിയും നല്ല ശക്തിയുള്ള കണ്ണാടി ഉപയോഗിച്ചാൽ, നല്ല പവറുള്ള കണ്ണാടി ഉപയോഗിച്ചാൽ പോലും ശരിയായി കാണുവാൻ കഴിയാത്ത അവസ്ഥ പലർക്കും വന്നു ചേരും. മക്കളെപ്പോലും ശരിക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പ്രായമുള്ളവരുണ്ട്. മുമ്പിലത്തെ പോലെ കാര്യങ്ങളെല്ലാം പ്രകാശമാനമായെന്ന് വരികയില്ല. വാർദ്ധക്യം വന്ന് കയറുമ്പോൾ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. തെരുവിലെ കതകുകൾ അടയും. കേൾവിക്കുറവുണ്ടാകുമെന്ന അർത്ഥമാണിവിടെ. വല്ലതുമൊക്കെ വളരെ ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രായമൊക്കെ ആകുമ്പോൾ കേൾക്കുവാൻ കഴിയൂ. തെരുവിലെ ശബ്ദം പോലും കേൾക്കുവാൻ കഴിയാതെ പോകും. തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അതെ, അരയ്ക്കുകയും പൊടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ പോലെ അധികം ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്കല്ല, പ്രായമായവർക്ക്. മാത്രമല്ല ഇവിടെ പറയുന്നു പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. ചെറുപ്പകാലത്ത് എത്ര ഉച്ചത്തിൽ അലാറം അടിച്ചാലും രാവിലെ ഉണരാത്ത വ്യക്തികൾ ഇവിടെ ഒരു ചെറിയ അനക്കമുണ്ടായാൽ മതി, ചാടി എഴുന്നേൽക്കും. പണ്ടൊക്കെ കുഞ്ഞുങ്ങളുടെ ശബ്ദം അത്ര പ്രശ്നമായിരുന്നില്ല. അയൽപക്കത്തെ ഉച്ചത്തിൽ പാട്ട് വെച്ചാൽ പോലും ഒരു പ്രശ്നമായിരുന്നില്ല. ഹോട്ടലുകളിലും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന സമയത്ത് സുഖമായി കിടന്നുറങ്ങുവാൻ കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട്. എന്നാൽ പ്രായമാകുമ്പോൾ ഒരു ചെറിയ പക്ഷിയുടെ കളകള ശബ്ദം മാത്രം മതി ഉറക്കത്തിൽ നിന്നും ചാടി ഉണരുവാൻ. ചെറിയ ശബ്ദത്തിന് പോലും ഉറക്കത്തിന് തടസ്സം വരുത്തുവാൻ കഴിയും. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യുമെന്നിവിടെ പറയുന്നു. പ്രായമായ അധികം ആളുകൾ കൊയറിൽ പാട്ട് പാടുന്നത് നാം സാധാരണ കാണാറില്ല. ശബ്ദം കുറഞ്ഞു പോകുന്നു, ഈണത്തിൽ പാടുവാൻ കഴിയാതെ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കേട്ടിരുന്ന ആ നല്ല ശബ്ദം ഇനിയും അവരിൽ നിന്ന് കേൾക്കുവാൻ കഴിയുകയില്ല. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യുമെന്ന് നാം വായിച്ചു. വാർദ്ധക്യകാലത്തിൻ്റെ മാനസികമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ പരിണിത ഫലങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. 5-ാം വാക്യം,
അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്നവർ കയറ്റത്തെ പേടിക്കും. ചെറുപ്പകാലത്ത് പ്രശ്നമായി തോന്നാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വാർദ്ധക്യകാലത്ത് പ്രശ്നങ്ങളായിത്തീരുന്നു. ഭീതി അന്ന് കടന്നു പിടിക്കും. ഇപ്പോഴാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം കൂടുതലായിട്ടുണ്ടാകുന്നത്. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. മുൻപ് നാം ആനന്ദിച്ചതുപോലെ അന്ന് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. യാത്ര ഒരു കാലത്ത് ആനന്ദകരമായിരിക്കും. പല സ്ഥലങ്ങളും യാത്ര ചെയ്യുക, ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്തു പോകുക, സ്ഥലങ്ങൾ കാണുക, ഇതൊക്കെ സന്തോഷകരമായ കാര്യമായിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ യാത്ര വളരെ പ്രയാസമുള്ളതായി അനുഭവപ്പെടും. നാം മുൻപ് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നാം ആകുല ചിന്ത ഉള്ളവരായിത്തീരും. അതെ, അങ്ങനെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി അനുഭവപ്പെടും. യുവാവായിരിക്കുന്ന അവസരത്തിൽ യാത്രയെക്കുറിച്ച് നാം പേടിക്കുകയില്ല. എവിടെ വിശ്രമിക്കുമെന്നോ എവിടെ ചെന്ന് കാര്യങ്ങൾ സാധിക്കുമെന്നോ ഒന്നും നാം ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ സ്ഥിതി അതല്ല. വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. എങ്ങനെ മുൻപോട്ട് പോകും? ഞാൻ അവിടെ ചെന്നാൽ കിടക്കുവാൻ നല്ല ഇടം കിട്ടുമോ? ബാത്റൂമിൽ പോകുവാൻ സൗകര്യമുണ്ടാകുമോ? എങ്ങനെ ജീവിക്കും? അതെ, ഇവിടെ പറയുന്നു ബദാം വൃക്ഷം പൂക്കും. പൂത്ത ബദാം വൃക്ഷം വെളുപ്പ് നിറമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ബദാം എന്ന് പറയുന്നത് വലിയ മരങ്ങളാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ചുറ്റും ഒരുപാട് ഇതുപോലെയുള്ള ബദാം മരങ്ങളുണ്ടായിരുന്നു. അത് ഈ പറയുന്നത് പോലെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാറില്ല. എന്നാൽ നാം കടയിൽ നിന്ന് വാങ്ങുന്ന ബദാം പരിപ്പുണ്ടല്ലോ, അതെടുക്കുന്ന കൃഷിസ്ഥലങ്ങളിൽ ആ ചെടികൾ പൂത്തു നിൽക്കുന്നത് കാണേണ്ട കാഴ്ചയാണ്. ഒരു പ്രദേശം മുഴുവൻ അങ്ങ് വെളുത്തതുപോലെ അത് പൂത്തു നിൽക്കും. വാർദ്ധക്യത്തിൽ തല നരയ്ക്കുമെന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ തലയിൽ നരയ്ക്കുവാൻ ഒന്നും കാണില്ല, ആ അർത്ഥമാണ്. അതിൽ ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ തലമുടി നരയ്ക്കും, അല്ലെങ്കിൽ തലമുടി കൊഴിഞ്ഞു പോകും. ഇവിടെ പറയുന്നു തുള്ളൻ ഇഴഞ്ഞ് നടക്കുമെന്ന്. ഒരു ചെറിയ വിട്ടിൽ പോലും ഭാരമായി തീരുമെന്നാണ്. വിട്ടിലില്ലേ, വെട്ടിക്കിളി പോലുള്ള വിട്ടിൽ, അതുപോലും ഭാരമായി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് മുമ്പ് യാതൊരു വിധത്തിലും നമുക്ക് പ്രശ്നമല്ലാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വാർദ്ധക്യകാലത്ത് ഭാരവും പ്രയാസവും ഉളവാക്കുമെന്ന് അർത്ഥം. പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടില്ലേ, പണ്ടത്തെ പോലെ അങ്ങോട്ട് സഹിക്കാനുള്ള ശക്തിയില്ല എന്ന്. ശക്തി ക്ഷയിക്കും, ക്ഷമയില്ലാതായിത്തീരും. മുൻകോപം പലരുടെയും ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മെ അസഹ്യപ്പെടുത്തും. ചെറിയ അനേകം കാര്യങ്ങൾ ഭാരമായി തീരും. പിന്നെ പറയുന്നു രോചനക്കുരു ഫലിക്കാതെ വരുമെന്ന്. എന്താണ് അർത്ഥം? ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇല്ലാതായിത്തീരും. വിശപ്പില്ലാതാകും. യാതൊരു മരുന്നും ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. ആ ശാശ്വത ഭവനം നിത്യതയാണ്. മരണം അടുത്തു വരുന്നു എന്നാണ് അർത്ഥം. ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് ആരും പേടിക്കേണ്ട. ഇതിനെ ഭംഗിയാക്കി തീർക്കുവാൻ കഴിയുന്ന മാർഗവും ശലോമോൻ തുടർന്ന് പറഞ്ഞു തരുന്നുണ്ട്. 6-ാം വാക്യം, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടമുടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. ഇവിടെ ശരീരാവയവങ്ങളുടെ ഒരു ലിസ്റ്റ് നാം കാണുന്നു. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവസാനം ഈ ശരീരാവയവങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല. വെള്ളിച്ചരട് എന്ന് പറഞ്ഞിരിക്കുന്നത് നട്ടെല്ലാണ്. പൊൻകിണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലയാണ്, തലച്ചോറ് വെച്ചിരിക്കുന്ന പാത്രം. അതത്രേ ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രായം കൂടുന്തോറും തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷി കുറഞ്ഞു വരികയും അവസാനം മരണത്തോടുകൂടെ അത് പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഉറവെങ്കിലെ കുടമെന്ന് പറയുന്ന ശ്വാസകോശങ്ങളാണ്.
കിണറ്റിലെ ചക്രം തകരുമെന്ന് പറയുന്നത് ചക്രം ഹൃദയമാണ്. അത് ശരീരത്തിൽ കൂടി പിന്നീട് രക്തം പമ്പ് ചെയ്യുകയില്ല. പമ്പ് ചെയ്യുവാൻ കഴിയാത്തതുപോലെ അവിടെയും ഇവിടെയും എല്ലാം ബ്ലോക്ക് അങ്ങുണ്ടാകും. വാർദ്ധക്യത്തോടുകൂടി സംഭവിക്കുന്ന ശാരീരികമായ സ്ഥിതിവിശേഷങ്ങളും അവസാനം മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ അവയവങ്ങളുടെ പ്രവർത്തനം കൂടാതെ ജീവൻ നിലനിർത്തുവാൻ സാധ്യമല്ല. എന്തെല്ലാം രോഗങ്ങളാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. 7-ാം വാക്യം നോക്കിക്കാട്ടെ. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ശരീരം ശവക്കുഴിയിൽ നിദ്ര കൊള്ളും. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. പുതിയ നിയമം നമുക്ക് തരുന്ന ഉറപ്പ് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ആത്മാവ് ഉടൻ തന്നെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. നാം ജീവിക്കുന്ന ഈ ശരീരം വെറുമൊരു കൂടാരം മാത്രമാണ്, മൺകൂടാരം, താൽക്കാലിക കൂടാരം. ഇത് വെറും പുറംചട്ട മാത്രമാണ്. ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. പ്രായാധിക്യം ചെന്ന ഒരു മനുഷ്യനോട് എപ്രകാരമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ സുഖമായിരിക്കുന്നു, എന്നാൽ ഞാൻ ജീവിക്കുന്ന വീട് അങ്ങ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് അധികം താമസിയാതെ മാറി താമസിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സത്യമായിരുന്നു. അതിനധികം നാളുകൾ കഴിയുന്നതിന് മുൻപ് അയാൾ തൻ്റെ പഴയ ആ കൂടാരം വിട്ടുപോവുകയാണ് ഉണ്ടായത്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹാ മായ മായ, സകലവും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, താങ്കൾ ഈ ലോക ജീവിതത്തിനും ഇപ്പോഴത്തേതിനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണ്. താങ്കളുടെ കയ്യിലുള്ളതെല്ലാം ഒരു പിടി ചാമ്പൽ മാത്രമാകുന്നു എന്നൊരിക്കൽ താങ്കൾ മനസ്സിലാക്കും. താങ്കൾക്ക് നിത്യതയാണ് മുൻപിലുള്ളത്. ആരോ എഴുതിയ ഒരു കവിതാശകലം ഇപ്രകാരമാണ്: ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ചിരിച്ചു, കരഞ്ഞു, സമയം ഇഴഞ്ഞു നീങ്ങി. യൗവനത്തിൽ ഞാൻ സ്വപ്നം കണ്ടു, സംസാരിച്ചു, സമയം നടന്നു നീങ്ങി. പ്രായപൂർത്തിയായ ഞാൻ സമയം ഓടി നീങ്ങുന്നതായി കണ്ടു. വാർദ്ധക്യത്തിലെത്തിയ ഞാൻ സമയം പറക്കുന്നതായി മനസ്സിലാക്കി. അധികം താമസിയാതെ എൻ്റെ യാത്ര അവസാനിക്കും, സമയം തീരും. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവാണ് ജ്ഞാനം. വളരെ കൃപയോടുകൂടി നമ്മുടെ വാർദ്ധക്യകാലത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, ക്ഷമ നശിക്കുമ്പോൾ, ആരോഗ്യം നശിക്കുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി നാം ജീവിക്കേണ്ടതുണ്ട്. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 9-ാം വാക്യം: സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയുമാകുന്നു. അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്തെ ജ്ഞാന ഉപദേശങ്ങൾ നാം ഒരിക്കലും നിരസിച്ച് കളയരുത്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള താല്പര്യവും നമുക്കുണ്ടായിരിക്കണം. ഇനി 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, എന്നാൽ എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക,
പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. വിദ്യാഭ്യാസം ജീവിതത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുകയില്ല എന്ന് വീണ്ടും ശലോമോൻ പറയുകയാണ്. തുടർന്ന് പരീക്ഷണത്തിൻ്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 13-ാം വാക്യം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എത്ര മനോഹരമായ ഉപസംഹാരം അല്ലേ! ജീവിതത്തിൽ താൻ പരീക്ഷിക്കാവുന്നതെല്ലാം പരീക്ഷിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാം സാരം ശലോമോൻ പറയുകയാണ്. ദൈവത്തെ ഭയപ്പെടുക. സദൃശവാക്യങ്ങളുടെ ദൂതും ഇത് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. സൂര്യന് കീഴിൽ, അതായത് ഭൂമുഖത്ത് മനുഷ്യൻ നടത്തിയ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും ബുദ്ധിപരമായ കാര്യം ദൈവത്തെ ഭയപ്പെടുക, അഥവാ ദൈവത്തെ ആദരിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിന് സ്ഥാനം നൽകുക. ദൈവവചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇവിടെ പറയുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുക എന്നർത്ഥം. ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏത് കാലത്തും അതിനുള്ള അടിസ്ഥാനം. കായീന് അതൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരിക എന്നതായിരുന്നു. അതായിരുന്നു അവൻ അർത്ഥമാക്കിയത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവൻ അർത്ഥമാക്കിയത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലുമുള്ള യാഗത്തിൽ കൂടി ദൈവത്തെ സമീപിക്കുന്നതായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ടത്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്നതാണ് വിഷയം. നാം അത് ജീവിതത്തിൽ അർത്ഥവത്താക്കണം. ഇനി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരാം. 14-ാം വാക്യം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവം സകല മനുഷ്യരെയും ന്യായം വിധിക്കും. ഓരോ വ്യക്തിയും ദൈവം മുൻപാകെ കുറ്റക്കാരായ പാപികളാണ്. അതെ, ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധി തൻ്റെ മേൽ ഏറ്റെടുത്തു. അവൻ ന്യായവിധിയുടെ മരണമാണ് സഹിച്ചത്. നമ്മുടെ പാപങ്ങൾ അവനിലുള്ള വിശ്വാസത്താൽ ഒന്നുകിൽ ക്രിസ്തുവിന്മേലായിരിക്കും, അല്ലെങ്കിൽ ന്യായവിധിക്കായി നാം വലിയ വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതെ, താങ്കളുടെ യൗവനകാലത്ത് താങ്കളുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്തുകൊണ്ടാണ്? അതിനൊരു നല്ല കാരണമുണ്ട്. രക്ഷയുടെ കാര്യത്തിൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം കൂടുതലാണ്. സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും കാര്യത്തിൽ താങ്കൾക്ക് ദൈവത്തിനു വേണ്ടി വളരെയധികം ചെയ്യുവാൻ കഴിയും. യുവാക്കളായിരിക്കുമ്പോൾ, യുവതികളായിരിക്കുമ്പോൾ അധികം പേർ ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുന്നു എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അതെ, യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് സൃഷ്ടാവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. പ്രായമായ ആളുകൾക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനോ രക്ഷ പ്രാപിക്കുന്നതിനോ കഴിയുകയില്ല എന്നതിനർത്ഥമില്ല. പ്രത്യേകമായി യുവാക്കന്മാരോട് ശലോമോൻ ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയും ശലോമോൻ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അവർക്കൊരായുസ് മുഴുവൻ ദൈവത്തെ സേവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ശരിയായ സേവനം ചെയ്യുകയും ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള യുവാക്കന്മാരാണ് നമ്മുടെ ചരിത്രത്തിൽ ഏറെയും. ബൈബിളിൽ തന്നെ നമുക്ക് അനേകം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. യോസഫ്, മോശ, ഗിദെയോൻ, ദാവീദ്, യിരെമ്യാവ്, തർസോസുകാരനായ ശൗല്, തിമോത്തിയോസ്, അതെ, അനേകം യൗവനക്കാർ കർത്താവിന് വേണ്ടി അതിമഹത്തായ ശുശ്രൂഷകൾ ചെയ്തു. ഇനിയും കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലെ യുവ സുവിശേഷകന്മാരുടെ ചരിത്രം എടുത്താലും ഇതിൻ്റെ നല്ല ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇരുളടഞ്ഞ ഭൂഖണ്ഡമെന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിലേക്ക് പോയ ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഒരു കാലത്ത് ആരും പോകുവാൻ മടിച്ചിരുന്ന ബർമയിലേക്ക് പോയ അഡോനിറാം ജഡ്സൺ, തെക്കേ അമേരിക്കയിലെ നരഭോജികൾ ആയിരുന്ന ഓക്ക വർഗത്തിൻ്റെ ഇടയിൽ രക്തസാക്ഷിയായി തീർന്ന ജിം എലിയട്ട്, ചൈനയിലേക്ക് പോയ ഹഡ്സൺ ടൈലർ,
CT സ്റ്റഡ്, നമ്മുടെ രാജ്യത്തേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ എത്തിച്ചേർന്ന വില്യം കേറി, എമി കാർമൈക്കിളമ്മ, അതെ, അതുപോലെ അനേക സുവിശേഷകന്മാർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സൂര്യന് കീഴിൽ, അതായത് ഭൂമുഖത്ത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമില്ല. ജീവിത പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട്. അതെല്ലാ പ്രായത്തിലും എല്ലാ സ്ഥലത്തുമുള്ള ആളുകളോട് അവൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അരുളപ്പാടാകുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സകലവുമായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ ജീവിതം ധന്യമായി തീരും. ഈ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളിലൊക്കെ പോയി ജീവിതം കളയേണ്ടതില്ല. അതെ, ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മെ നിരാശയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അത് ജീവിതം ധന്യമാക്കി തീർക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര അർത്ഥവത്തായിട്ടുള്ളതാണ്. ഞങ്ങൾ ഈ അർത്ഥവത്തായ വചനം വിട്ട് പലപ്പോഴും ഈ സൂര്യന് കീഴെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് സമയം കളയാറുണ്ട്. നീ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ അതുപോലെ അനുസരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അതിനായി നീ ശക്തീകരിക്കണമേ. ഞങ്ങൾ ഇനിയും പഠിക്കുവാൻ പോകുന്ന ഭാഗങ്ങളും ഞങ്ങളെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോമോൻ തൻ്റെ പ്രസംഗത്തിൻ്റെ സാരം എന്താകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതെ, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. സകല പ്രസംഗങ്ങളുടെയും ആകത്തുക അതായിരിക്കണം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. അവിടുന്ന് ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാകുന്നു. യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാകുന്നു തിരുവചനം. അപ്രകാരമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.